Good morning. Last class we were discussing about data analysis. What is the difference between data and information? What are the different phases of data analysis? ഇത്രയും കാര്യങ്ങളാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. Today we are moving on to the next topic, which is types of data analysis. Data analysis 4 ടൈപ്പാണുള്ളത്. First one is descriptive analysis. What is a descriptive analysis? Descriptive analysis എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ as the name says, it describes certain thing. ആ പേരിൽ തന്നെ ഉണ്ട് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഒരു കാര്യത്തെ ഡിസ്ക്രൈബ് ചെയ്യാനോ സമ്മറൈസ് ചെയ്യാനോ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അനാലിസിസ് ആണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ആർ looking at the past data and we are telling what happened. കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ അനലൈസ് ചെയ്തിട്ട് ആ കാര്യത്തെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഏത് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ദ അനാലിറ്റിക്സ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ബിസിനസ്. ദിസ് ടൈപ്പ് ഓഫ് ബിസിനസ് അനാലിറ്റിക്സ് അപ്ലൈസ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് to existing data to make it more accessible to the members of an organization. അതായത് നമ്മളിപ്പം ഒരു പാസ്റ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തെ സെയിൽസ് എടുത്ത് നോക്കുക. ഒരു കമ്പനീൻ്റെ ഒരു മാസത്തെ സെയിൽസ് എടുത്തിട്ട് ആ സെയിൽസ് റിപ്പോർട്ടിനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ if we are explaining the sales report to a sales manager or how much target we have achieved in the past month, അത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് നമ്മളുടെ സെയിൽസ് മാനേജർ അടുത്ത് അതിനെ പറ്റിയിട്ടുള്ള ഒരു അനാലിസിസ് കൊടുക്കുകയാണെങ്കിൽ യു കോൾ ഇറ്റ് ആസ് എ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ബിക്കോസ് യു ആർ ഡിസ്ക്രൈബിങ് വാട്ട് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് മന്ത് റിഗാർഡിങ് യുവർ സെയിൽസ്. Next one is diagnostic analysis. Diagnostic analysis means we are analyzing why certain things happened. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് സെയിൽസ് റിപ്പോർട്ടിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ സെയിൽസ് മാനേജർക്ക് കൊടുക്കുമ്പോൾ ചില സമയത്ത് സെയിൽസ് എന്തായി കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പം സെയിൽസ് കൂടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ ചെയ്ത സെയിൽസ് ഒരു 20% ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ ആ 20% ഇൻക്രീസ് വരാനുള്ള കാരണം എന്താണ്? Maybe because of the advertisement that we have given, maybe because of the offers that we have given, or maybe any reason. അപ്പം ആ റീസൺ എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. Why certain thing happened, how certain thing happened, എന്തുകൊണ്ട് എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ള അനാലിസിസ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയഗ്നോസ്റ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് പ്രഡിക്റ്റീവ് അനാലിസിസ്. അപ്പോൾ ഇതിൽ തന്നെ ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, പ്രഡിക്ഷൻ നടത്തുകയാണ്. വി ആർ പ്രഡിക്റ്റിംഗ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിലേക്ക്, ഫ്യൂച്ചറിലേക്ക്, ഇനി നെക്സ്റ്റ് മന്തിലെ സെയിൽസ് എങ്ങനെയാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് യു കോൾ ഇറ്റ് ആസ് എ പ്രഡിക്റ്റീവ് analysis. In this type of research, what we are trying to do is past ഡാറ്റയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, പ്രഡിക്ഷൻ നടത്തുന്നത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ മാസം 20% കൂടി, അതിൻ്റെ മുന്നത്തെ മാസം ഒരു 10% കൂടിയിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് നെക്സ്റ്റ് മന്ത് ആ ഒരു ഇൻക്രീസ് എന്ന് പറയുന്നത് 20 എന്നുള്ളത് ചിലപ്പം 30% കൂടാൻ സാധ്യതയുണ്ട്. We are predicting what may happen in the future. Such type of analysis is called as predictive analysis. Predictive analysis എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it forecast the possibility of the future event. ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്ന ആ ഒരു ഇവൻറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ പ്രഡിക്റ്റ് ചെയ്യുന്ന അനാലിസിസിനെയാണ് നമ്മളെന്ത് പറയുന്നത്, പ്രഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് പെർസ്പെക്റ്റീവ് അനാലിസിസ്. പെർസ്പെക്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 അനാലിസിസും ഡിസ്ക്രിപ്റ്റീവ്, ഡയഗ്നോസ്റ്റിക്, പ്രഡിക്റ്റീവ് അനാലിസിസ്, ഇതിൻ്റെ 3ൻ്റെയും കോമ്പിനേഷനാണ് എന്ത്, പെർസ്പെക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഹിയർ വാട്ട് വി ആർ ഡൂയിങ് ഇസ് വി ആർ looking at the descriptive analysis, we are looking at the diagnostic analysis, we are looking at the predictive analysis, and based on that
3 analysis we are taking a decision. അപ്പോൾ ഇവിടെ നമ്മൾ ബാക്കിയുള്ള 3 അനാലിസിസിൻ്റെയും ഫീഡ്ബാക്ക് എടുത്തും കൊണ്ട് ആ ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ വി ആർ മേക്കിംഗ് സം improvement, or we are making some changes so that more results can be achieved in the future. അപ്പോൾ അങ്ങനെ വരുന്ന അനാലിസിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർസ്പെക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനീൻ്റെ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് ഈ 4 എണ്ണത്തിൻ്റെയും കോമ്പിനേഷൻ ആവാം. ഈ 4 ഡിഫറെൻറ്റ് അനാലിറ്റിക്സും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബിസിനസ്സിന് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അത് പല സിറ്റുവേഷനിൽ എന്താവുന്നു, ചേഞ്ച് ചെയ്യുന്നു. ചില സിറ്റുവേഷനിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് മാത്രം ഉപയോഗിക്കുന്നു, ചിലപ്പോൾ നമ്മൾ പെർസ്പെക്റ്റീവ് അനാലിസിസ് മാത്രം യൂസ് ചെയ്യുന്നു, ചില സമയത്ത് നമ്മൾ പ്രെഡിക്റ്റീവ് അനാലിസിസ് മാത്രം യൂസ് ചെയ്യുന്നു. അപ്പോൾ കമ്പനിയുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് നമുക്ക് 4 അനാലിസിസും എന്ത് ചെയ്യാം, ഈ 4 ഡാറ്റ അനാലിസിസും കമ്പനിക്ക് സീക്വൻഷ്യലി വേണമെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. The next topic is business data analysis. എന്താണ് ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്? ഒരു ബിസിനസ്സിന് ഡിസിഷൻ എടുക്കുന്നത് ഡാറ്റയുടെ ബേസിലാണ്. whenever businessman takes any decision, it is based on the data. ആ ഡാറ്റ that is collected before in hand so that it is possible to take decisions which support the business. നമ്മൾ ഡാറ്റ മുൻകൂട്ടി കളക്ട് ചെയ്തിട്ട് ആ ഡാറ്റയാണ് ബിസിനസ്സുകാരൻ എന്ത് ചെയ്യുന്നത്, അയാളുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് അയാൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ക്രൂഷ്യലായിട്ടുള്ള എന്തൊരു ഡിസിഷൻ എടുക്കണമെങ്കിലും അയാൾക്ക് എന്താവശ്യമാണ്, ഡാറ്റ ആവശ്യമാണ്. അപ്പം ഈ ഡാറ്റ അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിസിനസ്സിന് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യുന്നത്, വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് അനലൈസിങ് ദ ഡാറ്റ ഫോർ എ ബിസിനസ്മാൻ. അപ്പോൾ അതിനാദ്യം ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്താണെന്നുള്ളത് നോക്കാം. ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കളക്റ്റിംഗ്, സോർട്ടിംഗ്, processing and studying the business data and using statistical models and iterative methodologies to transform the data into business insight. അതായത് ഡാറ്റ കളക്ട് ചെയ്യുന്നു, സോർട്ട് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു. എങ്ങനെയാണ് ചെയ്യുന്നത്? യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് ആൻഡ് മെത്തഡോളജീസ്. പല മെത്തഡോളജീസ് യൂസ് ചെയ്യും, പല സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചാർട്ട്, ഗ്രാഫ്, അതേപോലെ തന്നെ സ്ലൈഡ്സ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ്, ഇങ്ങനെയുള്ള ഒരുപാട് കമ്പ്യൂട്ടർ സയൻസ് മെത്തഡോളജി, ഇൻഫർമേഷൻ സിസ്റ്റം, ഓപ്പറേഷൻ റിസർച്ച്, ഇങ്ങനെയുള്ള ഒരുപാട് മെത്തഡോളജീസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ബിസിനസ് ഇൻ്റലിജൻസ്. ബിസിനസ് ഇൻ്റലിജൻസിൻ്റെ സബ്സെറ്റാണ് ഏത്, ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഇവിടെ ബിസിനസ് ഇൻ്റലിജൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ ഡിസ്ക്രിപ്റ്റീവ് പ്രോസസ്സ് where we use different tools and methodologies to acquire, identify and categorize the raw data. പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് റോ ഡാറ്റയെ കാറ്റഗറൈസ് ചെയ്ത് നമ്മളുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റുന്നതിനെ നമ്മൾ ബിസിനസ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നു. It is a process of analyzing the raw data to make conclusion about that information. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള റോ ഡാറ്റയെ നമുക്ക് ആവശ്യമായിട്ടുള്ള കൺക്ലൂഷൻസിലേക്കും അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലേക്കും കൺവേർട്ട് ചെയ്തിട്ട് ആ ഡാറ്റയെ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നതാണ് എന്ത്, ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് അനാലിറ്റിക്സ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിസിനസ് അനാലിറ്റിക്സ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡാറ്റയെ അനലൈസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഇസ് ബിസിനസ് അനാലിറ്റിക്സ് ഇസ് എ മെത്തേഡ് ഓർ ടൂൾ ഫോർ മേക്കിംഗ് സൗണ്ട് കമേഴ്ഷ്യൽ ഡിസിഷൻ. അപ്പം ഒരു ബിസിനസ്സുകാരന് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉചിതമായിട്ടുള്ള ഡിസിഷൻസ് അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും എന്ത് സഹായിക്കുന്നുണ്ട്, ഈ ബിസിനസ് ഡാറ്റ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ പ്രോഫിറ്റബിലിറ്റി, ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ മാർക്കറ്റ് ഷെയർ, ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ റവന്യൂ, അതേപോലെ തന്നെ ബെറ്റർ റിട്ടേൺസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഇതിനെല്ലാം സഹായകരമാണ് എന്ത്, ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ഇസ് ഇറ്റ് മെഷേഴ്സ് ദ ഓപ്പറേഷണൽ എഫിഷ്യൻസീസ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ ഇതെല്ലാം ഉപയോഗിച്ച് കൊണ്ടിട്ട് പല ഡിപ്പാർട്ട്മെൻറ്റിൽ, ഒരു ഓർഗനൈസേഷനിലുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഓപ്പറേഷണൽ എഫിഷ്യൻസി മനസ്സിലാക്കാൻ നമുക്ക് ഡാറ്റ കൊണ്ട് യൂസ്ഫുള്ളാണ്. നെക്സ്റ്റ് ഇസ് ഇറ്റ് ഐഡൻറ്റിഫൈസ് ദി കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ്. ഐഡൻറ്റിഫൈസ് ദ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഡിജിറ്റൽ യുഗമാണ്. അതേപോലെ തന്നെ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എല്ലാ ഫേംസിനും എല്ലാ കമ്പനീസിനും ഒരുപോലെ തന്നെയാണ്. കാരണം നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ഡാറ്റ വേണമെങ്കിൽ, നമ്മളുടെ കോമ്പറ്റീറ്ററുടെ ഡാറ്റ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈ ഒരു കോമ്പറ്റീറ്റീവ് ടെക്നോളജി അല്ലെങ്കിൽ ഈ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഈ ഡിജിറ്റൽ യുഗത്തിൽ ഡാറ്റ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ ഡാറ്റ ബിസിനസ് അനാലിറ്റിക്സ് ഇറ്റ് കമ്പൈൻസ് ദ അവൈലബിൾ ഡാറ്റ വിത്ത് വേരിയസ് വെൽ തോട്ട് മോഡൽസ് ടു ഇംപ്രൂവ് ദ ബിസിനസ് ഡിസിഷൻ. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം, പല ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് കൺവേർട്സ് ഡാറ്റ ഇൻ ടു വാല്യുബിൾ ഇൻഫർമേഷൻ. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ റിക്വയർഡ് ഫോർമാറ്റ് അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ഡിസിഷനാണോ ആവശ്യം അല്ലെങ്കിൽ ഡിസിഷൻ മേക്കറുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ റോ ഡാറ്റയെ കൺവേർട്ട് ചെയ്ത് വാല്യുബിൾ ഇൻഫർമേഷൻസ് ആക്കിയിട്ട് മാറ്റാൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് അഡ്വാൻറ്റേജസ് ഓഫ് ബിസിനസ് അനാലിറ്റിക്സ്. എന്താണ് ബിസിനസ് അനാലിറ്റിക്സിൻ്റെ അഡ്വാൻറ്റേജസ്, ഇതുകൊണ്ട് നമുക്കുള്ള യൂസസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് ഇൻക്രീസസ് ദി എഫിഷ്യൻസി. ബിസിനസ് അനാലിറ്റിക്സ് വന്നതോട് കൂടിയിട്ട് ഡാറ്റ നമ്മൾ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് അനലൈസ് ചെയ്യാൻ തുടങ്ങിയതോട് കൂടിയിട്ട് എഫിഷ്യൻസി ഓഫ് ദ ബിസിനസ് ഹാസ് ഇൻക്രീസ്ഡ്. എഫിഷ്യൻസി ഹാസ് ഇൻക്രീസ്ഡ് ഇൻ ദ സെൻസ് because of the available data that we are converting into information very fast. വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ഡാറ്റയെ ഇൻഫർമേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലാം വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഭാവിയിലേക്ക് നമ്മളുടെ ബിസിനസ്സിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്, അറ്റ് പ്രസൻറ്റ് നമ്മളുടെ സിറ്റുവേഷൻ എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു അച്ചീവ് ദ സ്പെസിഫൈഡ് ഗോൾ ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മളൊരു വെൽ പ്ലാൻഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ എന്ത് ഇൻക്രീസ് ചെയ്യുന്നു, എഫിഷ്യൻസി അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് ഇൻസൈറ്റ് ത്രൂ ഡാറ്റ വിഷ്വലൈസേഷൻ. അതായത് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് ബിസിനസ്സുകാരൻ എന്ത് പ്രിപ്പയർ ചെയ്യുന്നു, ഒരുപാട് ഗ്രാഫ്, ഒരുപാട് ചാർട്ട്, ഇതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളുടെ ഡാറ്റ ഒരു വിഷ്വലൈസ് ചെയ്യുന്നു, ഒരു എന്താ പറയുക, ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ മോർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലേക്ക് പലർക്കും പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ റോ ഡാറ്റ എന്ത് രൂപത്തിലേക്ക് മാറുന്നു, ഒരു വിഷ്വൽ ഫോർമിലേക്ക്, ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിലേക്ക് നമ്മളുടെ റോ ഡാറ്റയെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു. ആ ഡാറ്റ, ആ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ വ്യക്തമായിട്ട് പല ആളുകൾക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഇസ് കീപ്പ് അപ്ഡേറ്റഡ്. അതായത് ചേഞ്ചസ് ഇൻ ദ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ റാപ്പിഡാണ്, പെട്ടെന്നാണ് ചേഞ്ചസ് വരുന്നത്. ബിസിനസ്സിൽ ഓരോ ചേഞ്ചസും വരുന്നത്. കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, എപ്പോഴും ബെറ്റർ ഓഫറുള്ള സ്ഥലത്തേക്ക് കസ്റ്റമേഴ്സ് എപ്പോഴും ജമ്പ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് അവൈലബിൾ ആവുന്ന ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ ആ ഡാറ്റ യൂസ് ചെയ്തിട്ട് കളക്ട് ചെയ്തെടുക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മളെ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് നിർത്താൻ സാധിക്കും. അപ്പം ബിസിനസ്സുകാരന് എപ്പോഴും ഹീ വിൽ ബി ഏബിൾ ടു നോ ദ എവർ ചേഞ്ചിങ് കൺസ്യൂമർ ബിഹേവിയർ, വൈ ദ കൺസ്യൂമർ ഇസ് മൂവിങ് ഫ്രോം ഹിസ് പ്രോഡക്റ്റ് ടു ദ കോമ്പറ്റീറ്റേഴ്സ് പ്രോഡക്റ്റ്. എന്തുകൊണ്ടാണ് അയാൾ എൻ്റെ പ്രോഡക്റ്റിനേക്കാൾ കൂടുതൽ കോമ്പറ്റീറ്ററുടെ പ്രോഡക്റ്റിലേക്ക് അയാൾ മൂവ് ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് അറിയാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് വി ക്യാൻ അപ്ഡേറ്റ് അവർ സിസ്റ്റം വെരി വെൽ. അപ്പോൾ അവൈലബിൾ ഡാറ്റ യൂസ് ചെയ്തിട്ട് എൻ്റെ ബിസിനസ്സിൽ എന്തൊക്കെ ചേഞ്ചസും വരുത്തണം എന്നുള്ള
എന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. നെക്സ്റ്റ് ഇസ് ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. അത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ പ്രഡിക്റ്റീവ് അനാലിസിസ്, പെർസ്പെക്റ്റീവ് അനാലിസിസ് ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ബിസിനസ്സുകാരന് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് മോർ ഇഫക്റ്റീവ് മാർക്കറ്റിംഗ്. When the company understands the audience better, they can market to them more effectively. അപ്പോൾ കമ്പനിക്ക് ഓഡിയൻസിനെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് മാർക്കറ്റിൽ എന്താവാൻ പറ്റും, സക്സസ്ഫുൾ ആവാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് കൺസ്യൂമേഴ്സിനെ ബെറ്ററായിട്ട് അറിയുന്നത്? ഇതേപോലെ പല അനാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മാർക്കറ്റ് കുറച്ചും കൂടെ എന്താണെന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ യൂസ് ദ different techniques of having an effective marketing. Next is better customer service. ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ബിസിനസ്സിൻ്റെ എന്താണ്, ഈസ് കൺസിഡേർഡ് ടു ബി ദ കിങ് ഓഫ് ദ ബിസിനസ്. അപ്പം നമ്മൾ അവരുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ, അവരുടെ പ്രിഫറൻസ്, അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ ടേസ്റ്റ്, ഇതെല്ലാം നമ്മൾ അവരുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും കൂടെ ബെറ്ററായിട്ട് അവർക്ക് സർവീസസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് മോർ എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ. ഡാറ്റ അനാലിറ്റിക്സ് ക്യാൻ ഹെൽപ്പ് ദ കമ്പനീസ് ടു സേവ് മണി. അതായത് നമ്മൾ കസ്റ്റമറിന് എന്ത് ആവശ്യമുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ലിമിറ്റഡ് റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയാൽ മതി. അൺപ്രൊഡക്റ്റീവായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി വെറുതെ നമ്മളുടെ പൈസയോ നമ്മളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസോ നമ്മൾ കളയേണ്ട ആവശ്യമില്ല. അപ്പം പ്രോപ്പറായിട്ടൊരു ഡാറ്റ അനാലിസിസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓപ്പറേഷൻ എഫിഷ്യൻസിയും അവിടെ എന്താവുന്നു, കൂടുന്നു. നെക്സ്റ്റ് ഇസ് പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ. പ്രഡിക്റ്റീവ് അനാലിസിസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാവും. അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ പ്ലാന് ഫോർ ദ ഫ്യൂച്ചർ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഈസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബിസിനസ് അനാലിറ്റിക്സ്. ഇനി ബിസിനസ് അനാലിറ്റിക്സിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നോക്കുക. ഫസ്റ്റ് വൺ ഈസ് ലാക്ക് ഓഫ് അലൈൻമെൻറ്റ്, അവൈലബിലിറ്റി ആൻഡ് ട്രസ്റ്റ്. അതായത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് ചിലപ്പം 100% റിലയബിൾ ആവണമെന്നില്ല. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് റെഡിലി അവൈലബിൾ ആവണമെന്നുമില്ല. നെക്സ്റ്റ് ഈസ് ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ്. ഇനി ഈ ഡാറ്റ യൂസ് ചെയ്തിട്ട് ഇത് പ്രോസസ്സ് ചെയ്ത് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. ഇത് ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ടാസ്ക്കാണ് ഏത്, ബിസിനസ് ഡാറ്റ അനാലിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്താൽ മാത്രം പോരാ, നമ്മളതിനെ സോർട്ട് ചെയ്യണം, അതിനെ പ്രോസസ്സ് ചെയ്യണം. അതിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വി ആർ കമ്മിങ് ടു എ കൺക്ലൂഷൻ ഓർ വി ആർ കമ്മിങ് ടു എ ഡിസിഷൻ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഇതിൻ്റെ റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടില്ല. റിസൾട്ടിന് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഡാറ്റയെ നമ്മൾ ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ വി വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ എ വൈൽ. അപ്പം അത് വെയിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എല്ലാ കാര്യവും നമ്മളങ്ങനെയാണ് ചെയ്ത ഉടനെ നമുക്ക് റിസൾട്ട് കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല, അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ഡാറ്റ അനാലിറ്റിക് പ്രോസസ്സ് ഒരു ലെങ്തി പ്രൊസീജിയർ ആയതുകൊണ്ട് ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് അത്ര വലിയ എന്തുണ്ടാവാറില്ല, കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവാറില്ല ഈ ഒരു പ്രോസസ്സിലേക്ക്. നെക്സ്റ്റ് ഇസ് ലോ ക്വാളിറ്റി ഓഫ് ട്രാൻസാക്ഷണൽ ഡാറ്റ. പലപ്പോഴും നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് ക്വാളിറ്റി ഉണ്ടാവാത്ത ഡാറ്റയായിരിക്കും. വലിയ ക്വാളിറ്റി ഉള്ള ഡാറ്റയൊന്നും ആയിരിക്കില്ല നമ്മൾ കളക്ട് ചെയ്യുന്നത്. മേ ബി പ്രൈമറി സോഴ്സ് അല്ലെങ്കിൽ സെക്കൻഡറി സോഴ്സ് നിന്നായിരിക്കും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ സോഴ്സിൽ നിന്നെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് എപ്പോഴും ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഡാറ്റ ആവണമെന്നില്ല. ക്വാളിറ്റി മേ ബി പുവർ. സംടൈംസ് ദ ഡാറ്റ വിൽ ബി ടു കോംപ്ലെക്സ്. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഡാറ്റയായിരിക്കും. ചിലപ്പോൾ ഡാറ്റ അവൈലബിൾ പോലും ആവില്ല. അങ്ങനെ വരുന്ന അവസരത്തിൽ നമുക്ക് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിഫിക്കൾട്ട് ടാസ്ക് ആയിട്ട് മാറാറുണ്ട്. Okay children, please go through the topic. If you have any doubts, please message me. I'll see you in the next class. Take care and bye bye.